നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കുമോ? ഹാപ്പി പീപ്പിൾ ഡോണ്ട് ട്രബിൾ അതേഴ്സ്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു വിഷമമുണ്ട്. വിഷമമുണ്ടെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടും, നമ്മൾ ആൾക്കാരോട് അനാവശ്യമായിട്ടുള്ള വർത്തമാനം പറയും, അങ്ങനെ പലതും ചെയ്യും. തളത്തിൽ ദിനേശന് അതായിരുന്നു പ്രശ്നം. ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം അത്രയും കാട്ടിക്കൂട്ടിയത്. ഹി വാസ് വെരി ഇൻസെക്യൂർ. പ്രിയപ്പെട്ട ഡോക്ടർ, എന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്റെ ഭാര്യ മറ്റൊരുത്തന്റെ കാമുകിയായിരുന്നു. അവൾ എന്തുകൊണ്ടോ എന്റെ ഭാര്യയാകേണ്ടി വന്നതാണ്. എനിക്ക് തോന്നുന്നു തളത്തിൽ ദിനേശൻ്റെ ഇൻസെക്യൂരിറ്റി കളറിലും ഹൈറ്റിലും ഒക്കെ ആയിരുന്നായിരിക്കും. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇൻസെക്യൂരിറ്റീസ് കാണും. അപ്പം ദിനേശനെ എടുക്കുകയാണെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും കൂടെ പഠിച്ചവരും ജോലി ചെയ്തവരും ഒക്കെ ചിലപ്പോൾ കളറിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം, ഹൈറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം. ഇങ്ങനെ പലരും പല ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ നമ്മളെക്കുറിച്ച് നമുക്കൊരു നെഗറ്റീവായിട്ടൊരു ബോധം വരാം. ഒന്ന് ചിരിച്ചേ. നിങ്ങള് ഭാര്യന്റെ അത്ര ഉയരല്ല, അതാണ് പ്രശ്നം. നമ്മൾ ജനിക്കുമ്പോൾ ഇൻസെക്യൂർ ആയിട്ടല്ല നമ്മൾ ജനിക്കുന്നത്. വളരെ സെക്യൂർ ആയിട്ട്, ഫ്രീ ആയിട്ട്, ഓപ്പൺ ആയിട്ട്, ക്ലീൻ സ്ലേറ്റ് ആയിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. പക്ഷേ വീട്ടിലുള്ളവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് നമ്മൾ ചെയ്യാത്തതും സംസാരിക്കാത്തതും ഒക്കെ ആകുമ്പോഴത്തേക്ക് അവരുടെ കാഴ്ചപ്പാട് വെച്ചിട്ട് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാം. ഇയാൾ ആകെ നശിപ്പിച്ചു കളഞ്ഞു സാറേ. എന്റെ മുഖമൊന്നുമല്ല ഇത്. പിന്നെ എന്റെ മുഖ നിലവിളക്കിനടുത്ത് കരിവിളക്ക് വെച്ചതുപോലെ ഉണ്ട്. എനിക്ക് ഫോട്ടോ വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട വേണ്ട. കേരളം എന്ന് പറയുമ്പോൾ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. അതിൻ്റെ പോപ്പുലേഷൻ വളരെ ക്രിയേറ്റീവാണ്, എഡ്യൂക്കേറ്റഡ് ആണ്, അതേപോലെ വളരെ ക്രിട്ടിക്കലുമാണ്. ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു കൾച്ചറാണ് നമുക്കുള്ളത്. നമ്മുടെ ട്രോളിൽ കാണാം, ഓട്ടംതുള്ളലിൽ കാണാം, അങ്ങനെ പലയിടത്തും നമ്മളുടെ വോയിസ് നമ്മൾ റേസ് ചെയ്ത് തെറ്റുകൾ കണ്ട് തിരുത്താനുള്ള രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ വീട്ടുകാരോ നാട്ടുകാരോ ടീച്ചേഴ്സോ ഒക്കെ നമ്മൾ കുറേ നെഗറ്റീവ് ഫീഡ്ബാക്ക് തരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളോടൊരു മതിപ്പ് കുറവ് തോന്നും. അത് നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കും, വളരെ ഇൻസെക്യൂറായിട്ട് തോന്നും. അപ്പോൾ പല മനുഷ്യരും പലരെയും ട്രബിൾ ചെയ്യുന്നത് ഉള്ളിലെ ആ ഇൻസെക്യൂർ ഫീലിങ്സ് വെച്ചിട്ടാണ്. നമുക്ക് ഇൻസെക്യൂരിറ്റി എങ്ങനെ മാറ്റാം? ഇൻസെക്യൂരിറ്റി എന്ന് പറയുമ്പം നമ്മളെക്കുറിച്ച് നമുക്ക് മതിപ്പില്ലായ്മയാണ് ഒരു ഇൻസെക്യൂരിറ്റി. അത് കാരണം കോൺഫിഡൻസ് കുറവാകാം. ഫോർ എക്സാമ്പിൾ, മിക്ക മലയാളികൾക്കും നാട്ടിൽ പഠിച്ച മലയാളികൾക്കും വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ ഉടനെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കുറവാണ് എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം. മലയാളത്തിൽ നന്നായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ നമുക്ക് മലയാളം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്. ഇംഗ്ലീഷ് വെറും ഒരു ഭാഷയാണ്. ആ ഭാഷയിലൂടെ നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഒന്ന് നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് കുറവുണ്ടെന്ന് നമുക്ക് തോന്നുന്നത്, ബാക്കിയുള്ളവർക്കല്ല, നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുക. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ടൈപ്പിംഗ് സ്കിൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്രിയേറ്റീവ് റൈറ്റിംഗ് ആയിരിക്കാം, പെയിൻറ്റിങ് ആയിരിക്കാം. നമുക്കിഷ്ടമുള്ള ഒരു കാര്യം, നമുക്ക് സ്കിൽസ് കുറവാണെങ്കിൽ നമ്മളത് പഠിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കമ്പീറ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കഴിവ് ഇച്ചിരൂടെ ഗ്രോ ചെയ്യും. അത് വെച്ചിട്ട് നമ്മുടെ ഇൻസെക്യൂർ ഫീലിങ്സ് കുറയും, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂടും. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ ലൈഫിൽ മീനിങ് തരുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ എനിക്ക് മീനിങ് തരുന്ന കാര്യം അല്ലായിരിക്കും നിങ്ങൾക്ക് മീനിങ് ഉള്ള കാര്യം. ഫോർ എക്സാമ്പിൾ, വായന. ചിലവർക്ക് വായന എന്ന് പറയുന്നത് ഒരു അർത്ഥം തരുന്ന സാധനമാണ്. ഒരു കല പഠിക്കുക, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പഠിക്കുക, എന്തെങ്കിലും ചാരിറ്റി ചെയ്യുക, വോളണ്ടിയറിങ് ചെയ്യുക, അല്ലെങ്കിൽ PhD എടുക്കുക. അങ്ങനെ എന്താണെങ്കിലും നമുക്ക് ലൈഫിലൊരു മീനിങ് തരുന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസും കൂടും, നമ്മുടെ ഇൻസെക്യൂരിറ്റിയും കുറയും. പിന്നെ ഗോൾസ് സെറ്റ് ചെയ്യുക. ഗോൾസ് എന്ന് പറഞ്ഞാൽ അത് കുട്ടി ഗോൾസ് ആകാം, അല്ലെങ്കിൽ വലിയ ഗോൾസും ആകാം. അല്ലെങ്കിൽ ഇപ്പം നാളെ അച്ചീവ് ചെയ്യേണ്ട കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിഞ്ഞ് അച്ചീവ് ചെയ്യേണ്ട കാര്യമായിരിക്കും. എങ്ങനെയാണെങ്കിലും ഗോൾസ് സെറ്റ് ചെയ്യണം. നമ്മുടെ ലൈഫിൽ എപ്പോഴും എന്തെങ്കിലും ഗോൾ കാണണം. എനിക്ക് ആ പരീക്ഷ പാസ്സാവണം, അല്ലെങ്കിൽ ബൈക്ക് മേടിക്കണം, അല്ലെങ്കിൽ കാറ് മേടിക്കണം, അല്ലെങ്കിൽ വീടുണ്ടാക്കണം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒത്ത് ഒരു ട്രിപ്പിന് പോകണം. ഇതൊക്കെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുവാണെങ്കിൽ, നമ്മുടെ ലൈഫിൽ ഗോൾസ് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിന് മീനിങ് വരും. പിന്നെ നല്ല സോഷ്യൽ സർക്കിൾ ഉണ്ടാക്കുക. നമ്മുടെ പേരൻസുമായിട്ടാണെങ്കിലും ഫ്രണ്ട്സുമായിട്ടാണെങ്കിലും
റിലേറ്റീവ്സ് ആയിട്ടാണെങ്കിലാണേലും ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. റിലേഷൻഷിപ്സ് നമുക്ക് ഒരു ഊർജം തരുന്നതാണ്, നമ്മൾക്കൊരു പോസിറ്റീവ് വൈബ് തരുന്നതാണ്. അപ്പം ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഇതിപ്പം എനിക്കിത് ചെയ്യണം എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നാൽ മാത്രം പോരാ, നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് അടുത്ത സ്റ്റെപ്പ് എടുത്ത് ചെയ്യുക. ഇപ്പം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പഠിക്കണമെങ്കിൽ ഒരു ക്ലാസ്സിൽ എൻറോൾ ചെയ്യുക. ഇംഗ്ലീഷിലാണ് സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഹിന്ദിയിലാണ് സംസാരിക്കണമെങ്കിൽ ആ ഭാഷയിൽ എല്ലാ ദിവസവും ഫുൾ ടൈം സംസാരിക്കുക. ഇപ്പം ഒരു എക്സൽ പഠിക്കണമെങ്കിൽ ഒരു ക്ലാസ്സിൽ എൻറോൾ ചെയ്യുക, അല്ലെങ്കിൽ അറിയാവുന്ന ഒരാളുടെ കൂടെ വൈകുന്നേരം ഇരുന്ന് 2 മണിക്കൂർ അത് പഠിച്ചെടുക്കുക. അങ്ങനെ എന്താണേലും ആ ഒരു സ്റ്റെപ്പ് എടുത്താൽ മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഗോൾസ് ആണെങ്കിലും ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് അതിനൊരു ഡേറ്റ് ഇടണം. എനിക്ക് ഗോവയ്ക്ക് ഒരു ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞാൽ അടുത്ത മാസം 8-ാം തീയതി എനിക്ക് പോകണമെന്ന് ആ ഒരു ഡേറ്റ് വെക്കണം. പ്ലാൻസ് ഒരിക്കലും വർക്ക് ചെയ്യത്തില്ല നമുക്ക് ഡേറ്റ് ഇല്ലെങ്കിൽ. ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്താൽ നമ്മൾ പുറകോട്ട് വർക്ക് ചെയ്തിട്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻ കേസ് നമ്മളൊരു പ്ലാൻ ഇടുക, നമ്മൾ എത്ര പേര് ട്രിപ്പിന് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ആ ട്രിപ്പിന് ഇത് വർഷങ്ങളായിട്ട് പോയിട്ടുമില്ല. സോ ബിക്കോസ് അതിനൊരു ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ആ പ്ലാൻ്റെ കൂടെ ആ ഷെഡ്യൂളും കൂടെ വന്നാൽ മാത്രമേ ആ പ്ലാൻ വർക്ക് ചെയ്യുള്ളൂ. സോ ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്യുക. സോ ഇത്രയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും, ഇൻസെക്യൂരിറ്റി കുറയും. ബാക്കിയുള്ളവരോട് നമ്മുടെ ദിനേശൻ കാണിച്ച പോലെ ഇത്രയും ബഹളമൊന്നും കാണിക്കാതെ നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇൻസെക്യൂരിറ്റിയുടെ എക്സാമ്പിൾ നമ്മൾ തളത്തിൽ ദിനേശനെ കാണുമ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കട്ടിക്ക് പൗഡർ ഇടും. അദ്ദേഹത്തിൻ്റെ കളറ് മാറ്റാൻ വേണ്ടി കട്ടിക്ക് പൗഡർ ഇടുന്ന കാണാം. എത്ര നേരമായി ഒരുങ്ങാൻ തുടങ്ങിയിട്ട്? എന്തൊരുക്കം നോക്കട്ടെ. പിന്നെ നമ്മുടെ ആ ഫേമസ് ഫോട്ടോഗ്രാഫ് ഇല്ലേ, ഭാര്യയുടെ കൂടെ നിൽക്കുമ്പോൾ കറക്റ്റ് ഹൈറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഹൈറ്റ് വേണമെന്നുണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് നോക്കുന്ന അല്ലെങ്കിൽ ഹൈറ്റ് എത്തിക്കുത്തുന്ന ആ ഒരു അത് ഹൈറ്റ് ശരിയാക്കാൻ വേണ്ടിയാണ്. സ്മൈൽ 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 റെഡി. പിന്നീട് വരുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സംശയം. ഈ സംശയം വരുന്നത് തന്നെ ഞാൻ അത്രയ്ക്ക് സുന്ദരനല്ല, എൻ്റെ കളറ് കുറവാണ്, എൻ്റെ ഹൈറ്റ് കുറവാണ്, എൻ്റെ ഭാര്യയെക്കാളും ഞാൻ അത്രയ്ക്ക് മെച്ചമല്ല എന്നൊരു ഇൻസെക്യൂർ ഫീലിംഗിൽ നിന്നാണ് ഈ തളത്തിൽ ദിനേശൻ മൊത്തം വർക്ക് ചെയ്യുന്നത്. ഐ തിങ്ക് കല്യാണം വരെ വലിയ പ്രോബ്ലം ഇല്ലായിരുന്നായിരിക്കാം. കല്യാണം ആയിക്കഴിഞ്ഞാണ് എൻ്റെ കുറവുകൾ കാരണം ലേഡി എന്നെ സ്നേഹിക്കുമോ എന്നുള്ള പേടിയിൽ നിന്ന്, ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് വന്നതാണ് ആ കാണിച്ചു കൂട്ടിയതെല്ലാം.